നമുക്കിന്നേ സദ്യയിലെ പ്രധാനപ്പെട്ട രൂപമായ പുളിഞ്ചി ഉണ്ടാക്കിയാലോ? തുടങ്ങില്ലേ എന്നാ? വാ. നമുക്ക് പുളി നല്ലതുപോലെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിട്ട് അത് നന്നായിട്ട് അരിച്ചെടുക്കണം. അതിൽ കരടൊന്നും ഇല്ലാതെ നന്നായി അരിച്ചെടുക്കുക. എന്നിട്ട് അത് ചട്ടിയിലേക്ക് വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കണം. പുളി എപ്പോഴും നല്ല കറുത്ത കളറുള്ള പുളി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഇഞ്ചിക്കറിക്ക് അതിൻ്റെതായിട്ടുള്ള പുളിഞ്ചി, ഇഞ്ചംപുളി എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ പുളിഞ്ചിക്ക് അതിൻ്റെതായിട്ടുള്ള ആ ഒരു കളർ കിട്ടുള്ളൂ. ഇത് തിളച്ച് വരുന്ന സമയം ആകുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ആദ്യം പാനിൽ എണ്ണ വെച്ചിട്ട് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വറുത്തെടുക്കണം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവണം. ആ ശർക്കരപ്പാനി നമുക്ക് തിളച്ച് വരുന്ന പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ശർക്കരപ്പാനിയും പുളിയും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ആയിട്ട് നന്നായി തിളച്ച് കുറുകി വരുന്ന സമയം കൊണ്ട് ഇഞ്ചി നമുക്ക് വറുത്തെടുക്കാം. അപ്പം ഞാനിത് ചോപ്പറിൽ വെച്ചിട്ടാണ് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എങ്ങനെയാണെങ്കിൽ ആ ഇഞ്ചമ്പുളിയുടെ ഒരു സൈസിനുള്ള രീതിക്ക് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ട് ആ ഇഞ്ചിയും പച്ചമുളകും കൂടി നല്ലതുപോലെ ചുവക്കണ വരെ വറുത്തെടുക്കുക. എന്നിട്ട് നമ്മളുടെ ശർക്കരയും പുളിയൊക്കെ കൂടിയിട്ട് തിളച്ച് വരുന്ന ആ ഒരു കൂട്ടില്ലേ, അതിലേക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്തിട്ട് നന്നായി കുറുക്കിയെടുക്കണം. അത് നല്ല ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് ലൂസ് അല്ലാത്തൊരു പരുവത്തിലാണ് നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ കുറുകി വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ പുളിയും മധുരമൊക്കെ നിൽക്കുന്നത് നമുക്ക് ആ ഉപ്പും കൂടി ചേർത്ത് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്തിട്ട് എരിവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം. അപ്പോൾ ഇത് തിളപ്പിച്ച് നന്നായി കുറുകി വരുന്നത് വരെ കുറച്ച് നേരം ഇട്ട് തിളപ്പിക്കണം കേട്ടോ. കുറച്ച് നേരം ഈ തിളച്ച് വരുന്ന ആ ഒരു ടൈമാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായം പൊടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരല്പം ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ ചേർത്ത് വരുമ്പോൾ നല്ല കുറുകിയൊരു പരുവത്തിൽ ഇഞ്ചമ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സ്ഥിരം ഇഞ്ചമ്പുളി എന്ന് പറഞ്ഞിട്ടേ അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ പുളിഞ്ചി എന്ന് പറയുന്നവർക്ക് അങ്ങനെയും പറയാം. പിന്നെ നമുക്കിതിലേക്ക് താളിപ്പായിട്ട് കടുകും വറ്റൽമുളകും വേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളിതിൽ തട്ടി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് തലേ ദിവസം ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുമ്പോഴാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. സ്വാദിഷ്ടമായ പുളിഞ്ചി ഇവിടെ തയ്യാറാണ്. എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.